ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഒതുക്കാനുണ്ട് ഇല്ലയോ. ടെക്സ്റ്റ്, ബാഗ്, ഷൂ, അങ്ങനെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കണം. അപ്പം നമുക്കും ഇവിടെ ഇന്ന് ജൂൺ 1 ആണ്. 3-ാം തീയതി ഇവർക്ക് സ്കൂൾ ഓപ്പൺ ആവും, CBSE. അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. മക്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വാങ്ങിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തൊക്കെ ഉപയോഗിച്ച്, അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പം മക്കളുടെ സ്കൂളിലെ കാര്യങ്ങളാട്ടോ ഇന്നത്തെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഞാൻ കട്ടിലിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പറ്റുന്ന അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പം നിങ്ങളെ കാണിച്ചു തരാവേ. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ബെഡിലോട്ട് എടുത്ത് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ആ കവറിലുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത്രയും ടെക്സ്റ്റ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരാളുടെ ഉള്ളൂ കേട്ടോ. സെയിം ഇത്രയുണ്ട് മറ്റേ ആൾക്ക്, അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് അത്രയും കൂടെ വാരി എടുക്കുന്നില്ല. അപ്പം നിങ്ങളെ ഞാൻ ഓരോ ഐറ്റമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം മക്കളുടെ ടെക്സ്റ്റ് ഇതെല്ലാം ഞാനൊരു 2 ദിവസത്തിന് മുമ്പ് പൊതിഞ്ഞ് നല്ല നീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അദ്വൈതിൻ്റെയാണ്, മൂത്ത ആളുടെയാണ്, 7Bയിൽ. ഇതെല്ലാം ടെക്സ്റ്റും ഉണ്ട്, നോട്ട്ബുക്സും ഉണ്ട്. അവരുടെ പുതിയ ഈ പ്രാവശ്യം സ്കൂളിൽ പുതിയ ഒരു ഇതാണ് നമ്മൾ പൊതിയുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരെ ബ്രൗൺ കളറായിരുന്നു, അപ്പോൾ ഈ പ്രാവശ്യം നല്ല ഒരു പൊതിയാണ്. ഇത് സ്കൂളിലെ തന്നെ പൊതിയാണ്. ഏഞ്ചൽസ് ആർക്ക് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇതാണ് അവരുടെ സ്കൂള്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറഞ്ഞപ്പോഴത്തേന് അടുത്ത ആൾ അദ്ദേഹത്തിൻ്റെ പുസ്തകവും ബുക്ക് എടുത്തുകൊണ്ട് വെച്ചു. ഞാൻ വിചാരിച്ച് കൂട്ടിക്കുഴയ്ക്കേണ്ടെന്ന്, പക്ഷേ അത് അവനൊരു വിഷമം. ഇത് അഭിഷേകിൻ്റെ ടെക്സ്റ്റാണ്, ടെക്സ്റ്റും നോട്ട്ബുക്കും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു. മോനുസേ ഇതുകൊണ്ട് മക്കൾ നിങ്ങളുടെ മേശയ്ക്കകത്ത് വെക്കും, അവരവരുടെ മേശയെ കൊണ്ട് വെക്കുക. പിന്നെന്ന് വെച്ചാൽ ഇതേണ്ട വാട്ടർ ബോട്ടിലും ഇതാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചത്. ഇത് എനിക്ക് ചേച്ചി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് കേട്ടോ. ചേച്ചി മക്കൾക്ക് 5 പേർ കൂടെ ഒരുമിച്ച് വാങ്ങിയതാണ്. അപ്പം ഇത് ഇളയാളിൻ്റെ അഭിഷേകിൻ്റെ, ഇത് അദ്വൈതിൻ്റെ മോൻ്റെ മൂത്ത ആളിൻ്റെ. ഇതവൻ പൊട്ടിച്ച് വെച്ചേക്കും കേട്ടോ. ഇതിങ്ങനത്തെ ഒരു ക്യാപ്പുള്ളതാണ്, ഇങ്ങനത്തെ. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങാഞ്ഞ 2 സാധനം ഈ 2 ബാഗാണ്. ഇത് രണ്ടും കഴിഞ്ഞ വർഷത്തെ കേട്ടോ. കാരണം ഈ വർഷം മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ചിലപ്പം 2-3 വർഷം ബാഗ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ വന്നപ്പോൾ മക്കളെ കൊണ്ടുപോയി അവരവരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പ്രാവശ്യവും ഈ ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം പുതിയ ബാഗ് വാങ്ങുന്നില്ല, 2 പേർക്കും പഴയ ബാഗ് കേട്ടോ. അപ്പം നമ്മുടെ ബാഗ് കണ്ടു, മക്കളുടെ ടെക്സ്റ്റ് കണ്ടു, വാട്ടർ ബോട്ടിൽ കണ്ടു. ഇനിയുള്ളത് ഇനി ഈ കവറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അങ്ങോട്ട് നീക്കുമോ മോനെ. കവറിൽ ഫസ്റ്റ് ഇത് ഫസ്റ്റ് ഇത് ഈ ഇരിക്കുന്നത് 2 ഷൂ ആണ്. ഇത് ഇളയാളിൻ്റെയാണ്, ഇത് അഭിഷേകിൻ്റെ ഷൂ. ഇത് നമ്മൾ പുതിയത് വാങ്ങിയതാണ്, നമ്മുടെ ഓച്ചിറയിൽ തന്നെ ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പുതിയതാണ് കേട്ടോ. ഇത് വെനസ്ഡേ യൂണിഫോമിൻ്റെ ഷൂ ആണ് കേട്ടോ. ബുധനാഴ്ച മാത്രം ഇടുന്ന യൂണിഫോം, മോനെ യൂണിഫോമിൻ്റെ കൂടെ ഇടുന്നതാണ് വൈറ്റ് ഷൂ. ഇത് അവൻ്റെത് ചീത്തയായി പോയതുകൊണ്ട് പുതിയത് വാങ്ങി. ബ്ലാക്ക് ഷൂ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇവർക്ക് ബാക്കി ദിവസങ്ങളിൽ ഇടുന്ന യൂണിഫോം ഞാൻ കാണിച്ചു തരാം. ആ യൂണിഫോമിൻ്റെ ബ്ലാക്ക് ഷൂ വാങ്ങിയിട്ടില്ല, കാരണം അത് കഴിഞ്ഞ വർഷത്തെ ഷൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഷൂവും ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. ഇത് ഇളയാളിൻ്റെ ആണ്, ഇത് മൂത്ത ആളിൻ്റെ. ഇത് അവൻ്റെ പുതിയ ഷൂ ആണ്. മോന് കഴിഞ്ഞ വർഷം മോനെ ലച്ചുവിൻ്റെ ബ്ലാക്ക് ഷൂ എന്തേ പുതിയത്, അതിങ്ങെടുത്തേ. ഇത് മൂത്ത ആളിൻ്റെ വൈറ്റ് ഷൂ. മൂത്ത ആളിന് നമ്മൾ ബ്ലാക്ക് ഷൂവും വാങ്ങിയിട്ടുണ്ട്, കാരണം അവനിപ്പം അത് ചെറുതാണ്, ബ്ലാക്ക് ഷൂ കാലിലോട്ട് കയറുന്നില്ല, ഇച്ചിരി ചെറുതായതുകൊണ്ട് അവന് 2 ഷൂവും ബ്ലാക്കും വൈറ്റും ഈ പ്രാവശ്യം പുതിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇളയാളിന് മാത്രമേ ഉള്ളൂ വൈറ്റ് വാങ്ങി, മൂത്ത ആളിന് അത് 2ഉം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവരുടെ യൂണിഫോമാണ് ഇത്രേ ഇരിക്കുന്നത്. അത് തയ്ച്ച് നമ്മൾ വാങ്ങിയിട്ടേ ഉള്ളൂ, ഇന്നലെയാണ് തയ്ച്ച് വാങ്ങിയത്. ബ്ലാക്ക് ഷൂ ഉണ്ടോ? അതൊന്ന് എടുത്ത മോനെ, ഓപ്പൺ ചെയ്തേ. ഇതാണ് പുതിയ ബ്ലാക്ക് ഷൂ കേട്ടോ. ഇത് മൂത്ത ആളിൻ്റെ പുതിയ ബ്ലാക്ക് ഷൂ ആണ്, കണ്ടോ. അതവൻ സെപ്പറേറ്റ് കവറിനകത്ത് വെച്ചേക്കും. അവന് ഭയങ്കര എല്ലാം ഒതുക്കി വെച്ചില്ല ഒരു സമാധാനം വരത്തില്ല. ഇപ്പം ഇത് ഞാനെല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ടാൽ എന്നെ ഇപ്പം അവൻ ഓടിക്കും. ഇത് കണ്ട അവൻ്റെ മോൻ്റെ ഷർട്ടാണ്. ബാക്കി ദിവസങ്ങളിൽ അവരുടെ യൂണിഫോം ഇതാ ചെക്കും. പിന്നെ ഈ പ്രാവശ്യം മോൻ 7th മോന് പാൻറ്റാണ് 7th തൊട്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് അവൻ പാൻറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ 7th യൂണിഫോമാണ് ഇത്, പാൻറ്റും ചെക്ക് ഷർട്ടും. ഇത് നമ്മൾ ഈ 2 ജോഡി വീതം
വാങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് പാൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 2 ജോഡി നമ്മൾ പാൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതേണ്ടേ 2 ജോഡി പാൻറ്റും 2 ജോഡി മോന് ഷർട്ടും ഉണ്ടേ. വേണ്ടേ 2 ജോഡി ഷർട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവൻ്റെ യൂണിഫോം. ഇനി നമുക്ക് വെനസ്ഡേ യൂണിഫോം അവൻ്റെ പാൻറ്റ് ഞാൻ കാണിച്ചു തരാം. വേണ്ടേ ഇത് മോൻ്റെ വെനസ്ഡേ യൂണിഫോമിൻ്റെ പാൻറ്റാണ്. കണ്ടോ, കഴിഞ്ഞ വർഷം വരെ നിക്കറായിരുന്നു, ഇപ്പോൾ ഈ പ്രാവശ്യം മോന് പാൻറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടീഷർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ടീഷർട്ട് മോൻ്റെ ഹൗസ് റെഡാണ്. അപ്പോൾ മോൻ്റെ ടീഷർട്ട് റെഡാണ് കേട്ടോ. വേണ്ടേ ഇതാണ് അവൻ്റെ ടീഷർട്ട്. അവർ സ്കൂളിൻ്റെ പ്രിൻ്റൊക്കെ കൊടുത്ത. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ കേട്ടോ. ഞാൻ ഇത് മാത്രം ടീഷർട്ട് നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല, കാരണം ഇവർക്ക് ഹൗസ് അങ്ങനെ ചേഞ്ച് ആവത്തില്ല. അപ്പോൾ അവന് കഴിഞ്ഞ വർഷത്തെ ടീഷർട്ടുണ്ട്. പിന്നെ ഇത് ഇളയാളിൻ്റെ വൈറ്റ് നിക്കറാണേ. വൈറ്റ് നിക്കറിന് മോന് ബ്ലൂ ആണ് അവരുടെ ഹൗസ് 5th. 4 ഹൗസ് ഉണ്ട്, അതിനകത്ത് ബ്ലൂ അവന് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവനും ഈ പ്രാവശ്യം നമ്മൾ ട്രൗസർ മാത്രമേ തയ്ച്ചിട്ടുള്ളൂ, ടീഷർട്ട് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ അവന് ഒരു നിക്കർ യൂണിഫോമിൻ്റെ തയ്ച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അവൻ്റെ ചെക്ക് യൂണിഫോമും നിക്കറും പിന്നെ മൂത്തയാളിൻ്റെ ചെക്ക് യൂണിഫോമും നിക്കറും എല്ലാം ഇരിപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇളയാളിന് ഈ ഒരു നിക്കറും ഈ ഒരു വൈറ്റ് നിക്കറും മാത്രമേ വാങ്ങിച്ചുള്ളൂ. ബാക്കി ഷർട്ടും കാര്യങ്ങളും എല്ലാം അവന് ഓൾറെഡി ഇരിപ്പുണ്ട്. പിന്നെന്ന് വെച്ചാൽ മോനെ ടൈ എന്തേടാ എടുക്കുക. ഈ പ്രാവശ്യം 7th ആയപ്പോഴത്തേന് ടൈ നമ്മൾ മറ്റേ കൊളുത്തുന്ന ടൈ അല്ല, അതുകൊണ്ട് ഈ ടൈപ്പ് കെട്ടുന്ന ടൈ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് കെട്ടുന്ന ടൈ ആണ് ഉള്ളത് കേട്ടോ. ഞാൻ കെട്ടുന്ന കാണിച്ചു കൊടുക്കട്ടെ. വേണ്ട, ഇത് കെട്ടാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി ടഫായിരുന്നു, പക്ഷേ മോൻ പഠിച്ചെടുത്തു. പിന്നെ അവരുടെ വെനസ്ഡേ യൂണിഫോമിൻ്റെ ബെൽറ്റാണ് ഇത്. ഇത് വെനസ്ഡേ യൂണിഫോമിൻ്റെ ബെൽറ്റ് കേട്ടോ. 2 പേർക്ക് സെയിം ബെൽറ്റാണ്. ഇത് നമ്മുടെ ചെക്ക് യൂണിഫോമിൻ്റെ ബെൽറ്റ്. പിന്നെ ഇത് അവരുടെ സോക്സാണ്. ഇത് വെനസ്ഡേ യൂണിഫോമിൻ്റെ സോക്സ് കേട്ടോ. അപ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ ഏകദേശം അല്ല ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്കൂളിലെ സാധന സാമഗ്രികളാണ് ഇരിക്കുന്ന ഫുള്ള്. പിന്നെ ഇവരുടേത് ലഞ്ച് ബോക്സ് മാത്രമേ ഉള്ളൂ. ലഞ്ച് ബോക്സും കഴിഞ്ഞ വർഷത്തെ തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സ്, ചെറിയ സ്നാക്സ് ബോക്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിളും കാര്യങ്ങളുമൊക്കെ മുട്ടയും അതും ഇതും എല്ലാം സ്കൂളിൽ കൊണ്ടുള്ള എല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ അതും നിങ്ങളുടെ വഴിയെ കാണിച്ചു തരാം. അപ്പം ഇതാണ് 2 പേരുടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ ലഞ്ച് ബോക്സ് കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതേണ്ട അഭിഷേകിൻ്റെ നിങ്ങൾക്ക് പേര് കാണാമെന്ന് വിചാരിക്കുന്നു. അത് ഇളയാളിൻ്റെ, ഇത് മൂത്ത ആളിൻ്റെ അദ്വൈത്. 2 പേരുടെയും തട്ടത്തിനകത്ത് നമ്മൾ പേരുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ചെറിയ കൂട്ടാൻ ഒഴിച്ചു കൊടുക്കുന്ന ചെറിയ പാത്രം, ഒരു ചെറിയ തട്ടമുണ്ട് 2 പേർക്ക്. പിന്നെ ഇതുപോലൊരു പാത്രമുണ്ട്. പിന്നെ സ്നാക്സ് ബോക്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അതും വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ വെജിറ്റബിളും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, അങ്ങനെ എന്ത് മുട്ട, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോയി വാങ്ങിച്ച് വെച്ചു. അവർക്ക് മെയിനായിട്ട് മുട്ട വേണം. പിന്നെ അവർക്ക് തോരൻ വെക്കാനുള്ള ക്യാബേജ്, കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് മെഴുക്ക് വെട്ടാൻ. അപ്പം നമ്മൾ കോവയ്ക്കായും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവരുടെ എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സ്കൂളിലെ വിശേഷങ്ങൾ, സ്കൂളിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച ഒരു വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാ അമ്മമാരും ഈ ഒരു തിരക്കിലായിരിക്കും. സ്കൂളിലേക്ക് മക്കൾക്ക് വേണ്ടുന്ന സാധനങ്ങളും ഞങ്ങൾ ഇന്ന് പോയപ്പോഴും, ഇന്ന് ഓച്ചറിലൊന്ന് പോയപ്പോഴും എല്ലാവരും ബുക്കൊക്കെ ഇപ്പോഴും വാങ്ങിക്കുന്നു, ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കണ്ടു. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് സ്കൂളിൽ പോകാൻ ഇതേണ്ട ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്, ടൈ കെട്ടുവാണേ. ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇനി നാളെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് 2 പേരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ സ്കൂളിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാവേ. അവർ സ്കൂളും അവരുടെ പോകുന്നതും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്ത് അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കരുതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.